പാഠകം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രകലയാണ്. ക്ഷേത്രത്തിൽ അനുഷ്ഠാനത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും അത് വളരെ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരാണ കഥാപ്രഭാഷണം എന്നാണ് ശരിക്കും പാഠകത്തിന് ഇതായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പുരാണ കഥ, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുരാണ കഥകൾ പറയുകയാണ് അതിൽ ചെയ്യുന്നത്. ചാക്യാർകൂത്തിനോട് ഏകദേശം സാമ്യമുള്ള ഒരു കലാരൂപമാണത്. പക്ഷേ വേഷവിധാനത്തിന് വളരെ മാറ്റമുണ്ട്. വേഷവിധാനം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വെള്ളമുണ്ട് ഉടുത്ത് അതിൻ്റെ മീതെ പട്ട് ഉടുക്കുക, പിന്നെ കഴുത്തിലൊരു മാല, അതുപോലെ തന്നെ കുറേ ഭസ്മം, ചന്ദനം, കുങ്കുമം ഇതൊക്കെ തൊട്ട് തലയിൽ പ്രത്യേക രീതിയിലുള്ളൊരു മുടി വെച്ച് അങ്ങനെയാണ് പാഠകം പറയുക. അതാണ് വേഷമായിട്ടുള്ള മാറ്റം. അതുപോലെ ചാക്യാർകൂത്തിനാണെങ്കിൽ മിഴാവ് കൊട്ടും, പക്ഷെ പാഠകത്തിന് മിഴാവ് കൊട്ടില്ല. ഒറ്റയ്ക്ക് വന്ന് നിന്ന് ഒരു വന്ദന ശ്ലോകം, ശിവനാണെങ്കിലും ശൈവപരമായിട്ടുള്ള കഥയായാലും വൈഷ്ണവപരമായിട്ടുള്ള കഥയായാലും പ്രത്യേകം ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകം ചൊല്ലുക. ഒരു പീഠിക എന്ന് പറയുന്ന സംവിധാനം, എന്താണ് പാഠകം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പീഠിക, ഒരു 8-10 വാചകത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. അത് പറഞ്ഞ് പിന്നെ ചെയ്യാൻ പോകുന്ന കഥയുടെ ഒരു സംക്ഷേപം പറഞ്ഞ് ശ്ലോകം ചൊല്ലി അന്വയിച്ച് കഥ പറയും. കഥ പറയുന്ന സമ്പ്രദായമൊക്കെ ചാക്യാർകൂത്തിന് ഏകദേശം തുല്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ശരിക്കും പറയണത് ചാക്യാർകൂത്തിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കാം, പക്ഷെ പാഠകത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കാൻ പാടില്ല. അതാണ് രണ്ടുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതാണ്. പക്ഷെ ഇന്നത് നോക്കാറില്ല. ഇന്ന് കാലം മാറി, പാഠകം അങ്ങനെ അല്ലാതെ കുറച്ചും കൂടി വികസിച്ച് വന്നപ്പോൾ കൂത്തിൽ പറയുന്ന പോലെ പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പാഠകത്തിൽ കാണാനുള്ളത്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് നടക്കുന്ന കുറേ അമ്പലങ്ങൾ, ഇപ്പോൾ തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ അങ്ങാടിപ്പുറം, ഗുരുവായൂർ പോലത്തെ പഴയ കാലത്ത് നടക്കുന്ന അമ്പലത്തിലൊക്കെ ഇപ്പോഴും പഴയ അതേ രീതിയിൽ തന്നെ പാഠകം പറഞ്ഞു പോകുക. അതൊരു സ്പെഷ്യൽ പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് അതിന് അനുഷ്ഠാനം പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പഴയ രീതിയിലാണ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരു പുറത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അത് മാറി ചാക്യാർകൂത്ത് പോലെ തന്നെ വേഷത്തിനും കൊട്ടിനും മാറ്റം ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ചാക്യാർകൂത്ത് പോലെയാണ് ഇന്ന് പാഠകം അവതരിപ്പിച്ചു വരുന്നത്. ആക്ഷേപഹാസ്യങ്ങളും ഇതെല്ലാം അതേപോലെ അവതരിപ്പിച്ചു വരുന്നുണ്ട്. ഇത് ചെയ്തിരുന്നത് നമ്പ്യാന്മാരാണ്. അതായത് കൂത്ത്, ചാക്യാർകൂത്തോ അല്ലെങ്കിൽ കൂടിയാട്ടോ അവതരിപ്പിച്ചിരുന്നത് ചാക്യാന്മാരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ മിഴാവ് കൊട്ടാൻ വരുന്ന നമ്പ്യാന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുക. കാരണം നമ്പ്യാർക്ക് ചാക്യാർകൂത്ത് കേട്ടിട്ടും പുരാണങ്ങൾ പഠിച്ചിട്ടും നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ ചാക്യാന്മാർക്ക് വേഷമുണ്ട്, അതുപോലെ ചാക്യാർകൂത്തുണ്ട്. നങ്ങ്യാരമ്മമാർക്ക് ശ്ലോകം ചെല്ലാൻ കിട്ടും, അവർക്ക് അവരുടെ സോളോ പരിപാടി എന്ന രീതിയിൽ നങ്ങ്യാർകൂത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ കൊട്ടാൻ വരുന്ന നമ്പ്യാർക്ക് അവരുടെ രീതിയിലുള്ളൊരു സോളോ പെർഫോമൻസ് ആയിട്ടാണ് പാഠകം ഒരു തരത്തിൽ ഉണ്ടായതെന്ന് വിചാരിക്കുന്നു. ഇതൊരു കൃത്യമായിട്ടുള്ള കഥകളൊന്നുമല്ല, പക്ഷെ അങ്ങനെ പാഠകം വന്നു. പിന്നെ അത് ക്രമത്തിൽ കാലം മാറി വന്നു. ഇന്ന് എല്ലാ ജാതിമതം ഒന്നും ഇതില്ല. ഹിന്ദുക്കളെല്ലാവരും, പല ആളുകളും ഇത് പഠിക്കുന്നും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ വരെ മത്സരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാഠകത്തിന് നല്ല ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും കേരളം വിട്ട് പുറത്തേക്ക് പാഠകം ഇതേവരെ പോയിട്ടില്ല, ഒരു ദിക്കിൽ അവതരിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ. ഈ ചാക്യാർകൂത്തിൻ്റെ കൂടെ മിഴാവുകാരൻ പോകുന്നല്ലാണ്ട് പാഠകം അവതരിപ്പിക്കേണ്ട ഒരു അവസരം ആർക്കും വന്നിട്ടില്ല. ഇതാണ് ശരിക്കും പാഠകത്തിൻ്റെതായ ഒരു വളർച്ച. ഞാനും മിഴാവ് കൊട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പാഠകത്തിൻ്റെയും ഒരു, പിന്നെ നമ്പ്യാന്മാർക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. മിഴാവ് പഠിക്കുന്ന നമ്പ്യാന്മാർ ശരിക്കും ഇപ്പോൾ അവർക്ക് മേക്കപ്പിനെ കുറിച്ച് പഠിച്ചിരിക്കണം, ചുട്ടി പഠിക്കണം, അതുപോലെ പാഠകം അവർ മനസ്സിലാക്കിയിരിക്കണം, പാഠകം പറയണം എന്നുള്ളതാണ്. ഈ അങ്ങാടിപ്പുറം പോലത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അടിയന്തരമായിട്ട് ആ കുടുംബത്തിലെ നമ്പ്യാന്മാർ ഇപ്പോഴും അത് ഒരു 5-6 ക്ഷേത്രങ്ങൾ ഇപ്പോഴും കൃത്യമായിട്ട് ഇതിപ്പോൾ നടത്തി വരുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് എന്തായാലും അടിസ്ഥാനങ്ങൾ ഇന്നും പാഠത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് പല ആളുകളും അറിയില്ല, ഇത് എന്താണ് പാഠകം എന്ന് അറിയാതെ കണ്ട് പാഠകം എന്നുള്ള പേരിൽ എന്തെങ്കിലും നടത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. പാഠകത്തിൻ്റെ അടിസ്ഥാനം മധ്യ കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് അറിയാമെന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഇന്ന് അത് ഇന്നത്തെ പാഠകത്തിൻ്റെ അവസ്ഥ ശരിക്കും.